60ഓളം രാജ്യങ്ങൾക്കാണ് ട്രംപ് പകരച്ചുങ്കം ഏർപ്പെടുത്തിയത്. ഇതുവരെ US ട്രഷറിയിലേക്ക് 17,500 കോടി ഡോളർ ഈ ചുങ്കമായി പല രാജ്യങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. സ്ഥിരീകരിക്കപ്പെട്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഗതാഗത വകുപ്പിനും നീതിന്യായ വകുപ്പിനും ബജറ്റിൽ വകയിരുത്തിയ ആകെ തുകയേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ്. 17,500 കോടി ഡോളറാണ് ഇതിനകം ഈ പകരച്ചുങ്കത്തിലൂടെ അമേരിക്കൻ ട്രഷറിയിലേക്ക് വന്നത്. 3 ലക്ഷം കോടി ഡോളർ 10 വർഷം കൊണ്ട് അമേരിക്കയുടെ ഖജനാവിലേക്ക് വരും എന്നാണ് ഈ പകരച്ചുങ്കം ഏർപ്പെടുത്തുമ്പോൾ ട്രംപിൻ്റെ അവകാശവാദം. പക്ഷേ ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് വിനോദ്. അതായത് ഇതുവരെ വാങ്ങിയ ഈ തുകയുണ്ടല്ലോ, പല രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിയ തുക ഈ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ രാജ്യങ്ങൾ മടക്കി ചോദിച്ചേക്കാം. ഈ തുക ഒരുപക്ഷെ അമേരിക്കയ്ക്ക് മടക്കി നൽകേണ്ടി വന്നേക്കാം എന്നുള്ള വിവരം കൂടിയുണ്ട്. അതായത് അത്തരമൊരു പ്രതിസന്ധിയിലേക്ക് പോലും അമേരിക്ക പോകുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അതിനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട ഏജൻസികൾ, സാമ്പത്തിക ഏജൻസികൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് സുപ്രീം കോടതി പോലെ ഒരു പരമോന്നത കോടതി വിധി വരുമ്പോൾ അത് മടക്കി നൽകാനുള്ള ബാധ്യതയും അമേരിക്കയ്ക്ക് വരികയാണ്. രഞ്ജിത്ത്, ഇതിൻ്റെ ആദ്യ ഭാഗം നമുക്ക് പരിശോധിക്കാം. കാരണം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കാലങ്ങളായി അമേരിക്കയുമായി വാണിജ്യ കരാറിൽ ഏർപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ കയറ്റുമതി നടന്നിരുന്നു. പക്ഷേ പെട്ടെന്ന് ട്രംപ് ഇരട്ട തീരുവ ചുമത്തുന്നതോടുകൂടി, അല്ലെങ്കിൽ അമിതമായി തീരുവ ചുമത്തുന്നതോടുകൂടി ആ വാണിജ്യ ബന്ധം പരിപൂർണമായി നിർത്താൻ കഴിയുന്നൊരു സാഹചര്യത്തിലേക്കല്ല, മറിച്ച് കാരണം അവിടെയാണ് വിപണി ഉള്ളത്. അതുകൊണ്ട് ഈ കയറ്റുമതി അതേപടി തുടരേണ്ടി വരും. മറ്റ് വിപണികൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക്, ഇന്ത്യക്കും ചൈനയ്ക്കും ബ്രസീലിനും കാനഡയ്ക്കും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മറ്റിടങ്ങളിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ആഭ്യന്തര വിപണിയിൽ ഇത്തരം സാധനങ്ങൾ കൂടുതൽ എത്തിക്കുകയും ആഭ്യന്തര വിപണി ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതിനൊരു സമയമെടുക്കും. ട്രംപ് കണക്ക് കൂട്ടുന്നത് പോലെ ക്രമാനുഗതമായി ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇരട്ട നികുതിയിലൂടെ അല്ലെങ്കിൽ അമിത ചുങ്കത്തിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന തുക അമേരിക്കയ്ക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ ലഭിക്കില്ല എന്ന് തന്നെയാണ് അമേരിക്കയിലെ തന്നെ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അതായത്